റേഷൻ ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങലരിയില്ലേ, ആ പുഴുങ്ങലരി ഒരു കപ്പ് എടുത്ത് അതൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുക്കണം. വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഇത് കുറച്ച് 2 പിടി മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാണ്ട് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും അരി. ഇതുപോലെ കുറച്ച് തരിതരിയായിട്ടാണ് പൊടിഞ്ഞു കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം. ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം അരച്ച് നോക്കാം. വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം അതുകൊണ്ട് ഒന്നിച്ച് ആദ്യം ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇതൊരു തരിതരിയായിട്ടാണ് കിട്ടുക, നൈസായിട്ടല്ല, കുറച്ച് തരിതരിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാ അരിയും അരച്ചെടുക്കുക. അരി മുഴുവൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് തേങ്ങ, കുറച്ച് ഉപ്പും ചേർത്ത് ഇനി നന്നായി വെട്ടി തിളക്കണം. വെട്ടി തിളക്കുന്നവരെ വെക്കാം. അരച്ച് വെച്ച മാവിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നന്നായി കുഴച്ച് ഉപ്പൊക്കെ പാകത്തിന് നോക്കാം. ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരക്കുന്ന സമയത്ത് ഇത് കുറച്ച് തരിതരിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക, നൈസായിട്ടല്ല. അത് കുഴപ്പമില്ല, അങ്ങനെ തരിതരിയായിട്ടാണ് കിട്ടേണ്ടത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ഇതുപോലെ ഒരു ഉരുളിയായിട്ട് എടുക്കുക. ഇങ്ങനെ കയ്യിൽ വെച്ച് ഇതാക്കി എടുത്ത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുള്ളതിൽ പോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഉരുളിയായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇതുപോലെ നീളത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഈ തിളച്ചുകൊണ്ട് നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. ആദ്യം ഇത് ഇളക്കി പോയാൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇളക്കി കൊടുക്കാം. ഇനി ഒരു ഉരുള ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരപ്പൊടിയും കൂടെ കുഴച്ച് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്ത് ഇനി ഒരു ഉരുള വേറൊരു ഇലയിലേക്ക് വെച്ച് അതിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും പഞ്ചസാരയും വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ടാക്കാം. മധുരം വേണ്ടാത്തവർക്ക് ഇതുപോലെ തേങ്ങ മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്ത് കൊടുത്താൽ മതി. അധികം പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് അമർത്തെടുത്താൽ നമ്മുടെ അട റെഡിയായി. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. മുഴുവൻ അടയും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു തുള്ളി എണ്ണയൊന്നും ഇല്ലാതെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് കറിയുടെ ആവശ്യവുമില്ല. അതായത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കുക. ഇതിൽ നിന്ന് വെന്തോ നോക്കാൻ ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയാലും മതി. ഇനി ഇത് മുഴുവനായി കോരിയെടുക്കാം. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കര പൊടിയും ചേർത്ത് ഈ വെള്ളം ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല മധുരമുള്ള പായസമായി. ഇതുപോലെ കുടിക്കാം. മധുരം വേണ്ടാത്തവർ മധുരം ഇല്ലാതെയും ചേർത്ത് അത് കഴിക്കാം. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കുഴക്കട്ട ഇതേപോലെ കുഴക്കട്ട കഴിക്കാം. അതല്ലെങ്കിൽ ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയിലേക്ക് കുറച്ച് എള്ള്, ഉഴുന്നുപരിപ്പ്, ചതച്ച വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പം കുഴക്കട്ട ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള കുഴക്കട്ട റെഡിയായി. ഇലയടിയും വെന്ത് വന്നിട്ടുണ്ട്. അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇലയൊന്ന് കണ്ടില്ലേ, അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കും ഒന്നുമില്ല. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഇലട. പുഴുങ്ങലരി കൊണ്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ പുഴുങ്ങലരി അരച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി നോക്കുക.
ഒരു പ്രാവശ്യം ഇതുപോലെ പുഴുങ്ങലരി കൊണ്ട് ഉണ്ടാക്കിയാൽ പിന്നെ എന്നും ഇതുപോലെ ഉണ്ടാക്കും. ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എണ്ണയൊന്നും ചേർക്കാണ്ട് നല്ല രുചിയുള്ള പലഹാരം നമുക്ക് തയ്യാറാക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയോ, വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.